ഒരിക്കൽ റിട്ടയർഡ് ആകാൻ വേണ്ടിയിരിക്കുന്ന IPS അധികാരിനെ കാണാൻ വേണ്ടി ഒരു ജേർണലിസ്റ്റ് വരികയും അവൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ കഥകൾ കേൾക്കുകയും ചെയ്യുന്നു. ഓരോ കഥകളും വ്യത്യസ്തമായിട്ടുള്ളതും അതുപോലെ തന്നെ നിരവധി ട്വിസ്റ്റുകളുമുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് മുഴുവനായിട്ട് മൊത്തത്തിൽ ഒറ്റ ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ മുതോ കണ്ണു എന്ന് പറഞ്ഞ 2025 ഇറങ്ങിയൊരു തെലുങ്ക് സിനിമയാണ്. ഏതായാലും നമുക്ക് നേരെ ഇവിടേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ സത്യ എന്ന് പറഞ്ഞ ഒരു IPS ഓഫീസറാണ്. അദ്ദേഹമാണെങ്കിൽ റിട്ടയർഡ് ആകുന്ന ദിവസമായിരുന്നു. അന്ന് തന്നെ ഒരു ജേർണലിസ്റ്റ് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂ എടുക്കട്ടെന്ന് ചോദിക്കും. സത്യമാണെങ്കിൽ അതെല്ലാം സമ്മതിച്ച് കഴിയുമ്പോഴത്തേക്കും ജേർണലിസ്റ്റ് വന്നിട്ട് അദ്ദേഹത്തോട് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കേസുകളെ പറ്റി പറയാമെന്ന് ചോദിക്കും. അങ്ങനെ അദ്ദേഹമാണെങ്കിൽ ആദ്യത്തെ കേസിനെ പറ്റി പറയും. അതാണെങ്കിൽ 25 വർഷം മുമ്പായിരുന്നു നടന്നത്. അന്നൊരു പോലീസുകാരിയാണെങ്കിൽ ദീപിക എന്ന് പറഞ്ഞ പെണ്ണിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ചെല്ലും. അന്നേരമാണ് ആ പെണ്ണാണെങ്കിൽ അവളുടെ കഥ പറയുന്നത്. അവളാണെങ്കിൽ ഭർത്താവ് മക്കളൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ടുള്ള ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ഒരു ദിവസമാണ് അവരുടെ മക്കളെയാണെങ്കിൽ പട്ടി കഴിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുമ്പോഴത്തേക്കിനും ഡോക്ടറാണെങ്കിൽ ആ പട്ടീനെ ഇനി അവിടെ വെച്ചേക്കണ്ട, ഇങ്ങനെ യജമാനെ കടിക്കുന്ന പട്ടീനെയാണെങ്കിൽ കളഞ്ഞുകൂടെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ പിള്ളേരാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അന്നേരമാണ് ഒരു പോലീസുകാരനാണെങ്കിൽ മേഡത്തോട് എന്ന് പറയുന്നത് ഇവരുടെ പറമ്പിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. അതിനെപ്പറ്റി ആ പോലീസുകാരിയാണെങ്കിൽ ദീപയോട് ചോദിക്കുമ്പോഴത്തേക്കിനാണ് അവൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ദീപയ്ക്കാണെങ്കിൽ ചെറിയൊരു ഹേർട്ടിന് പ്രശ്നമൊക്കെ വന്ന് ഹോസ്പിറ്റലാവും. ഇതേ സമയത്താണ് ഭർത്താവ് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും കൊച്ചുങ്ങൾ രക്തത്തെ കുറിച്ച് തൊട്ട് താഴെയായിട്ട് പട്ടിയുടെ ശവം കാണുന്നത്. ആ പട്ടീനെയാണെങ്കിൽ ആരെ കൊന്നെന്നോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് ഇവൾക്ക് അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ പോലീസുകാരിയാണെങ്കിൽ ആ വീട്ടിൽ വെച്ചിരിക്കുന്ന CCTV ഡിലീറ്റ് ചെയ്ത ഫുട്ടേജ് എല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി പോലീസുകാരനോട് പറയും. അങ്ങനെ ആ ഫുട്ടേജ് നോക്കുമ്പോഴാണ് ഇവർ ഞെട്ടിപ്പോകുന്നത്. കാരണം ആ പട്ടീനെ കൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ തന്നെയായിരുന്നു. ആ പട്ടിയാണെങ്കിൽ വീണ്ടും വരെ കടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ദേഷ്യത്തിന് പിള്ളേരെ കത്തിക്കൊണ്ട് കുത്തി കൊല്ലുമായിരുന്നു. ഇത് കണ്ടുവന്ന അവർ അച്ഛനാണെങ്കിൽ ഈ ന്യൂസ് ആണെങ്കിൽ വെളിയിലാകാതിരിക്കാൻ വേണ്ടി ആ ഫുട്ടേജ് പോയി ഡിലീറ്റ് ചെയ്യുന്നതും അതിൻ്റെ അതുണ്ടായിരുന്നു. പിന്നീടാണ് അവരാണ് മറ്റൊരു രക്തക്കറയും കൂടെ കണ്ടെത്തിയിട്ട് അതിനെപ്പറ്റി ദീപയോട് ചോദിക്കുമ്പോഴത്തേക്കും ദീപ മറ്റൊരു ഫ്ലാഷ് ബാക്കും കൂടെ പറയുന്നത്. ഒരു ദിവസം രാത്രിയാണെങ്കിൽ ഇവളെ ഭർത്താവ് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത്. അവരുടെ നിലവിളി കേട്ട് ഇവളാണെങ്കിൽ ഓടി വന്നിട്ട് പിള്ളേരെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റിയെങ്കിലും ഭർത്താവാണെങ്കിൽ വീണ്ടും അവരെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ഉടനെ തന്നെ ഇവളാണെങ്കിൽ ഭർത്താവിനെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും അവനാണെങ്കിൽ കരുത്തുകൊണ്ട് ഇവളെ പിടിച്ച് ബോധം കെടുത്തുവന്നു. പിന്നീട് ഇവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളുടെ കുട്ടികളെയും കണ്ടിട്ടില്ല, ഭർത്താവിനെയും കണ്ടിട്ടില്ലെന്നായിരുന്നു. അങ്ങനെ ഈ കഥ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് പോലീസുകാരത്തേക്ക് അവളുടെ ഭർത്താവിൻ്റെ കാറാണെങ്കിൽ കാട്ടി കണ്ടു കിട്ടിയ ഓടി വരുന്നത്. ഇവർ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും ആ കാറിൻ്റെ അകത്ത് കുറേ രക്തക്കറയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ അവരുടെ ഭർത്താവ് എപ്പോഴും പോയി കാണുന്ന ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ നമ്പർ കിട്ടും. അങ്ങനെ ഇവരാണെങ്കിൽ ആ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി പോകും. അവൻ എന്തിനായിരുന്നു ഇങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വന്ന്, അവൻ എന്തായിരുന്നു അസുഖം എന്നൊക്കെ ചോദിക്കും. അന്നേരമാണ് സൈക്കാട്രിസ്റ്റ് പറയുന്നത് ശരിക്കും അസുഖം അവനല്ല, അവൻ്റെ മക്കൾക്കായിരുന്നെന്ന്. കാരണം പട്ടിയെ കൊന്ന കേസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവളുടെ ഭർത്താവാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ പിള്ളേരെ ബ്ലഡ് സാമ്പിൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് പിടി കിട്ടുന്നത് അവരുടെ DNA ചെറിയൊരു പ്രശ്നം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നതും അതാണെങ്കിൽ ഒരിക്കലും ഇവരെ വിട്ട് മാറത്തില്ലെന്നും. അങ്ങനെ ഈ സംഭവമൊക്കെ അറിഞ്ഞ് ഇവരുടെ ഭർത്താവ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ മക്കളാണെങ്കിൽ ഇവരോട് വഴക്ക് പറഞ്ഞ ഭർത്താവിൻ്റെ അമ്മേനെയാണെങ്കിൽ അവിടെ വെച്ച് തലക്കടിച്ച് കൊല്ലുന്നത്. ഇതൊക്കെ നടന്നപ്പോഴത്തേക്കിനും ദീപിയാണെങ്കിൽ ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പകരം ഭർത്താവിൻ്റെ അമ്മയുടെ മരണമാണെങ്കിൽ സ്വാഭാവിക മരണമായിട്ടായിരുന്നു അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെയാണ് ആ പോലീസുകാരിക്ക് ഒരു കോള് വരുന്നത്. ഇവരുടെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി ആണെങ്കിൽ ആ കാട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ളത്. അതോടുകൂടി അവളാണെങ്കിൽ ദീപനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കാണ് ദീപ മറ്റൊരു സത്യം പറയുന്നത്. കാരണം അന്ന് രാത്രിയാണെങ്കിൽ ശരിക്കും ദീപയുടെ ബോധമൊന്നും പോയിട്ടില്ലായിരുന്നു. അവരുടെ 2 മക്കളും മുങ്ങി മരിക്കുന്ന കണ്ട ദീപയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഭർത്താവിനെ തലക്കടിച്ച് കൊല്ലുമായിരുന്നെന്ന് പറയും. അങ്ങനെ ആ കേസാണെങ്കിൽ 25 വർഷം മുമ്പ് സോൾവ് ചെയ്തായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന IPSകാരനായിട്ടുള്ള സത്യമാണെങ്കിൽ മറ്റൊരു ഡിസ്റ്റും കൂടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മക്കളെ കൊല്ലുന്നതിന് മുമ്പ് ആ ദീപയുടെ ഭർത്താവാണെങ്കിൽ മദ്യത്തിൽ ഒരു പ്രത്യേക വിഷം ഒഴിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മക്കളെ കൊന്നു കഴിഞ്ഞ ശേഷം ഇവന് സ്വയം മരിക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ അതിന് മുമ്പെയാണ് ദീപയാണെങ്കിൽ അറിയാതെ ഭർത്താവിനെ കൊല്ലുന്നതും ഈ കാരണം കൊണ്ട് തന്നെ ദീപ ജയിലിൽ പോകേണ്ടി വരുന്നതും. അങ്ങനെ ഈ കഥയൊക്കെ ജേർണലിസ്റ്റ് ആണെങ്കിൽ വീണ്ടും മറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കഥയും കൂടെ പറയാൻ ചോദിക്കും. അന്നേരമാണ് അദ്ദേഹമാണെങ്കിൽ 7 വർഷം മുമ്പ് നടന്ന ബീച്ചിൽ 2 ശവം കണ്ടതിനെ പറ്റിയുള്ള കഥ പറയുന്നത്. ഒരിക്കൽ പോലീസുകാരാണെങ്കിൽ ബീച്ചിൽ നിന്ന് 2 ശവം കിടക്കുന്നെന്നുള്ളൊരു ന്യൂസ് വരും. അങ്ങനെ പോലീസുകാർ വന്ന് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ SIക്ക് അറിയാവുന്ന തൊട്ട അയൽപക്കത്തുള്ള ഒരു ഭാര്യയും ഭർത്താവായിരുന്നു ഇങ്ങനെ കിടന്നത്. അങ്ങനെ SI ആണെങ്കിൽ അന്വേഷിച്ച് തൊട്ടടുത്ത് മദ്യപിച്ചതിൻ്റെ തെളിവുകളൊക്കെ വെച്ച ശേഷം അന്ന് മദ്യപിച്ചതിൽ ഒരുത്തനെ പിടിച്ച് തൂക്കി അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിനാണ് അവനാണെങ്കിൽ തലേദിവസം നടന്ന കാര്യം പറയുന്നത്. അന്ന് ഇവനും ഇവൻ്റെ തന്നെ ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു കൂട്ടുകാരനും എല്ലാവരും കൂടെ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ഈ കപ്പിൾസ് ഇങ്ങനെ അതുവഴി പോകുന്നത് കണ്ടതും ആ ഗാങ്സ്റ്ററായിട്ടുള്ളവൻ ആ പെണ്ണിനോട് ആഗ്രഹം തോന്നിയിട്ട് അവളെയാണെങ്കിൽ അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നതും. ഇതാണെങ്കിൽ തടയാൻ നോക്കിയ ഭർത്താവിനെ ആണെങ്കിൽ അവർ കൊല്ലും. പിന്നീട് ആ പെണ്ണിനെ കൊന്നു കഴിയുമ്പോഴത്തേക്കിനുമാണ് അതുവഴി വന്ന് ഒരുത്തനാണെങ്കിൽ ഇവരെ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള മിക്കവരെയും അവിടെ വെച്ച് അടിച്ചിടുന്നതെന്നും പറയും. പിന്നീട് SI ആണെങ്കിൽ അവരെല്ലാം പിടിച്ചു കഴിഞ്ഞ ശേഷം വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് പെട്ടെന്ന് ഒരു കാർത്തിക എന്നുള്ള പേരിൽ ഒരുത്തം വന്നിട്ട് അങ്ങോട്ടൊരു ലെറ്റർ കൊടുത്തിട്ട് പോകുന്നത്. SI നോക്കുമ്പോഴത്തേക്കിനും ആ ലെറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നത് ഹാർഡ് ഡിസ്ക് നിൻ്റെ കയ്യിലുണ്ടെന്ന് അറിയാം, അതോടെ തന്നെ എനിക്ക് വേണമെന്നുള്ളതായിരുന്നു. അന്നേരമാണ് നമ്മളെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതും. ശരിക്കുവാണെങ്കിൽ ആ കപ്പിൾസിനെ കൊല്ലിച്ചെന്ന് പറഞ്ഞൊരു SI തന്നെയായിരുന്നു. കാരണം SIയും അവരും തമ്മിൽ അയൽക്കാരായിരുന്നുകൊണ്ട് തന്നെ രണ്ടുപേരും കമ്പനി അടിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് അവിടുത്തെ പെണ്ണിൻ്റെ ഭർത്താവാണെങ്കിൽ അവന് ലാപ്ടോപ്പിൽ പുതിയൊരു പ്രോജക്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. ആ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ സയൻറ്റിഫിക്കായിട്ട് മൃഗങ്ങളുടെ ഇറച്ചി കണ്ടുപിടിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. എന്നിട്ട് ഇപ്പം പറയും ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇറച്ചി അങ്ങനെ കണ്ടുപിടിച്ചതെന്ന്.
ഇത് കാണുമ്പോൾ ഇങ്ങനെ പോലീസുകാരനാണെങ്കിൽ അത്യാഗ്രഹം കൂടും. അവൻ പറയും അങ്ങനെയാണെങ്കിൽ ഇത് വെളി രാജ്യങ്ങളിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കോടികൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവനാണെങ്കിൽ സമ്മതിക്കത്തില്ല. ഇവൻ പറയും ഇവനാണെങ്കിൽ ഇന്ന് ഭാര്യമായിട്ട് അടിയായിരുന്നു, അവളാണെങ്കിൽ നോൺ വെജും ഇവനാണെങ്കിൽ വെജുമായിരുന്നു. അങ്ങനെയാണ് ഇവൻ ഇങ്ങനെ ഒരു സംഭവം ഇവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സയൻറ്റിസ്റ്റിനെ വെച്ച് കണ്ടുപിടിച്ചതെന്ന്. പക്ഷേ പോലീസുകാരനാണെങ്കിൽ അത് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇവൻ ഭാര്യയും ഭർത്താവും കൂടെ ബീച്ചിലിരിക്കുന്ന സമയം നോക്കി ഇവനായിരുന്നു ശരിക്കും ആ ഗുണ്ടകളെ വിട്ട് അവരെ ആക്രമിച്ചതും പിന്നീട് ആ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചതും. അങ്ങനെ എസ് ഐ ആണെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് മുങ്ങാൻ നോക്കുമ്പോഴത്തേക്കിനുമാണ് അന്ന് ആ ഗുണ്ടകളെ അടിച്ചിട്ട് കാർത്തിക്കുന്ന പേരുള്ള വന്നിട്ട് എസ് ഐനെ ഭീഷണിപ്പെടുത്തിയ ശേഷം അവൻ്റെ ഇന്ന് ഹാർഡ് ഡിസ്കുമായിട്ട് പോകുന്നത്. അങ്ങനെ ഈ കഥ കേൾക്കുമ്പോൾ ജേർണലിസ്റ്റ് പറയും ഈ കഥയ്ക്കൊരു ഫിനിഷിംഗ് ഇല്ലല്ലോ, ശരിക്കും ബാക്കി എന്താ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉണ്ടായെന്ന് ചോദിക്കും. അന്നേരമാണ് സത്യം പറയുന്നത് ഞാൻ മൂന്നാമത് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ കഥയും കൂടെ പറയും. അന്നേരമാണ് ഇതെല്ലാം തമ്മിൽ കണക്റ്റ് ആകുന്നത്. പെട്ടെന്നാണ് സത്യയുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സെന്തിൽ അങ്ങോട്ട് വരുന്നത്. അന്നേരത്തേക്കും സത്യം പറയും നേരെ വീടിൻ്റെ അകത്തോട്ട് കയറി ഇരുന്നോ, ഞാൻ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേനും വന്നേക്കാന്ന്. അങ്ങനെ സെന്തിലകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും സത്യയുടെ ഭാര്യയാണെങ്കിൽ ചായയൊക്കെ എടുക്കാൻ വേണ്ടി പോകും. ഈ സമയത്തൊക്കെ സെന്തിലാണെങ്കിൽ അവിടെ അലമാരിയെല്ലാം ചെക്ക് ചെയ്യും. ഇത് കണ്ട് സത്യയുടെ ഭാര്യ വരുമ്പോഴത്തേക്കിനും സെന്തിൽ പറയാം ഹാർഡ് ഡിസ്ക് ഇവിടെ ഒളിപ്പിച്ചേക്കുന്നത്. പക്ഷേ സത്യയുടെ ഭാര്യയാണെങ്കിൽ ഇതൊന്നും പറയത്തില്ലായിരുന്നു. ഉടനെ അവനാണെങ്കിൽ സത്യയുടെ ഭാര്യനെ അവിടെ വെച്ച് കൊല്ലും. ഇതേ സമയം ഇതൊന്നും അറിയാത്ത സത്യയാണെങ്കിൽ മൂന്നാമത്തെ കഥ പറയാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ജേർണലിസ്റ്റിനോട്. അങ്ങനെ മൂന്നാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു കൊച്ചു പയ്യനെന്നായിരുന്നു. അവനാണെങ്കിൽ ഒരു ദിവസം എഴുന്നേറ്റിട്ട് അവൻ്റെ പേരൻസിനോട് പറയും അവൻ്റെ പേര് കാശി വിശ്വനാഥാണ്. ഇത് കണ്ട് പേരൻസ് ആണെങ്കിൽ ഞെട്ടിയിരിക്കും. അവർക്കാണെങ്കിൽ ഒന്നും പിടികിടത്തില്ലായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് പേരൻസ് ആണെങ്കിൽ ഇതിനെപ്പറ്റി ബാക്കിയുള്ള അയൽപൈറ്റിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കിനും തൊട്ട അയൽപ്പക്കത്ത് താമസിക്കുന്ന പോലീസുകാരൻ വരുന്നത്. പോലീസുകാരൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവൻ ഇതേ കാര്യം തന്നെ പറയുമ്പോഴത്തേക്കിനും പോലീസുകാരൻ പറയും ഈയിടെയാണെങ്കിൽ കാശി വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് മരിച്ചു പോയായിരുന്നു. ഇനി അവൻ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പരീക്ഷണം ഈ പയ്യന് വല്ലതും ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഇതാണെങ്കിൽ വലിയൊരു ന്യൂസാവും. ഈ ന്യൂസ് ആണെങ്കിൽ കാർത്തിക് കേൾക്കും. ഇതേ കാർത്തിക് തന്നെയായിരുന്നു ആ പഴയ കഥയിലും ഉണ്ടായിരുന്നത്. അങ്ങനെ കാർത്തിക് ആണെങ്കിൽ ന്യൂസിൽ നിന്ന് വരുന്ന ജേർണലിസ്റ്റാന്ന് പറഞ്ഞാൽ പയ്യനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകും. അവനാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കറക്റ്റ് പഴയ കാശി വിശ്വനാഥ് പറയുന്ന കാര്യങ്ങളെല്ലാം പയ്യൻ പറയും. അത് കഴിയുമ്പോഴത്തേക്കാണ് ആ ഡിസ്കിനെ പറ്റി ചോദിക്കുന്നത്. പക്ഷേ അതറിയത്തില്ലായിരുന്നു. ഉടനെ ഇവനാണെങ്കിൽ ആ പയ്യൻ്റെ പെടലിൽ കയറി പിടിക്കുമ്പോഴത്തേക്കും പോലീസുകാർ വന്ന് കാർത്തികിനെ പിടിച്ചിട്ട് പറയുന്നത് കാശി വിശ്വനാഥനെ കൊന്ന് യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാരും ആ പയ്യനും കൂടെ മാത്രം അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു ട്രാപ്പായതെന്ന്. അന്നേരമാണ് നമ്മളെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കാരണം കാർത്തികിനാണെങ്കിൽ ആംഗ്രി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ സയൻറ്റിസ്റ്റിനെ ചെന്ന് കാണുവരും. അങ്ങനെ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക മെഡിസിൻ കണ്ടുപിടിച്ചുണ്ടാക്കി കൊടുത്ത് ഇവൻ്റെ അത്യാവശ്യം കുറഞ്ഞു വരുമ്പോഴത്തേക്കാണ് ഇവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മെഡിസിൻ ഫോറിൻ കൺട്രീസിന് വിറ്റ് കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാനാണ്. എന്നാൽ ആ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം സയൻറ്റിസ്റ്റ് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൊടുത്ത് ഫ്രീ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കണമെന്ന്. പക്ഷേ കാർത്തികിനാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അവനാണെങ്കിൽ എങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക് എടുക്കണമെന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ഒരു ദിവസം ചെന്നിട്ട് കാശി വിശ്വനാഥനെ കൊന്നിട്ട് അവിടെയെല്ലാം നോക്കും. പക്ഷേ കാശി വിശ്വനാഥനാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സയൻറ്റിസ്റ്റിനെ കൊന്നിട്ട് പോയി പ്രതിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാരുണ്ടാക്കിയ ഒരു ട്രാപ്പിലായിരുന്നു ഇപ്പോൾ കാർത്തിക് വന്ന് വീണത്. അങ്ങനെ മൂന്നാമത്തെ കഥ കഴിയുമ്പോഴത്തേക്കിനുമാണ് ജേർണലിസ്റ്റ് സത്യയോട് ചോദിക്കുന്നത് തുടക്കം പറഞ്ഞ കഥയിലെ പിള്ളേർക്കും ഇതേ ആങ്കർ ഇഷ്യൂ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അത് തന്നെയല്ലേ കാർത്തിക്കിനും ഉള്ളത്. ശരിക്കും ആ തുടക്കം പറഞ്ഞ കഥയിലെ പയ്യൻ ഈ കാർത്തിക് തന്നെയാണത്. അപ്പോഴത്തേക്കാണ് സത്യം പറയുന്നത് അവർ രണ്ടുപേരും ഒരാൾ തന്നെ അന്ന്. കാരണം അന്ന് ദീപയാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ കൊന്ന ശേഷം ആ വെള്ളത്തിൽ മുങ്ങി 2 പിള്ളേരെ എടുത്തപ്പോഴത്തേക്കിനും പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കാർത്തിക്കാണെങ്കിൽ ജീവനോട് ഇരിക്കും. അങ്ങനെ അന്ന് തന്നെ ദീപയാണെങ്കിൽ ആ പയ്യനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവിട്ട ശേഷം അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ പറ്റി ദീപനെ അറസ്റ്റ് ചെയ്തുകൊണ്ടും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഒറ്റയ്ക്ക് അനാഥനായിട്ട് വളരേണ്ടി വന്നത് തന്നെ വീണ്ടും അവൻ്റെ ദേഷ്യം കൂടി വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവനാണെങ്കിൽ അന്ന് ബീച്ച് വെച്ച് കയറി പ്രതികരിച്ചതും. അത് കഴിഞ്ഞ് ഹാർഡ് ഡിസ്കിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങനെ ഒരു പരീക്ഷണം കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള കാശി വിശ്വനാഥനെ ചെന്ന് കണ്ട ശേഷം അതുപോലെ മറ്റൊരു മരുന്നും കൂടെ തനിക്ക് ഉണ്ടാക്കി തരുമെന്ന് റിക്വസ്റ്റ് ചെയ്തതും. അത്രയും വലിയൊരു ബിസിനസ് ഐഡിയ ഉള്ള ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടും അത് ദുരുപയോഗം ചെയ്യാതെ കാർത്തികിനെ കണ്ടുകൊണ്ട് തന്നെ കാശി വിശ്വനാഥനാണെങ്കിൽ അവനെ സഹായിക്കുമായിരുന്നു ചെയ്തത്. പക്ഷേ അവനാണെങ്കിൽ ആങ്കർ മാനേജ്മെൻ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന മരുന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനുമാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം വെളി വന്നതും ആ 2 ഹാർഡ് ഡിസ്കും അവന് വേണമെന്നും അത് വെച്ച് മറ്റൊരു ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനം ഉണ്ടായിരുന്നു. ഇത് കേട്ട ജേർണലിസ്റ്റ് ചോദിക്കും അപ്പോഴത്തേക്കും ശരിക്കും ആ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ എവിടെയായിരിക്കുന്നത്. അന്നേരമാണ് സത്യം പറയുന്നത് അത് ഇവൻ്റെ തന്നെയാണ്. കാരണം അന്നാണെങ്കിൽ കാർത്തിക് വന്ന് കാശി വിശ്വനാഥനോട് ഈ ബിസിനസ് ഐഡിയയെ പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാതെ പിടികിട്ടിയ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഉടനെ തന്നെ ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്ന് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്നും അതിപ്പോൾ തൻ്റെ കൈ ഭദ്രമായിട്ട് ഇരിക്കുമെന്നും പറയും. അന്നേരമാണ് ജേർണലിസ്റ്റ് വീണ്ടും ചോദിക്കുന്നത് അപ്പോഴത്തേക്കും ഈ രഹസ്യമാണെങ്കിൽ മറ്റാർക്കെങ്കിലും അറിയാവുന്നു. ഉടനെ സത്യം പറയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സെന്തിലിന് മാത്രം ഇത് അറിയത്തുള്ളൂ. ഇത് കേട്ട ജേർണലിസ്റ്റ് ആണെങ്കിൽ ഷോക്കായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് സത്യം അവനോട് ചോദിക്കുന്നത് നീ എന്തിനാ ഷോക്കാകുന്ന സെന്തിലിനെ നേരത്തെ അറിയാൻ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജേർണലിസ്റ്റ് ആണെങ്കിൽ ഇവന് തോക്ക് ചൂടും. എന്നിട്ട് പറയും ഇവനാണെങ്കിൽ ജേർണലിസ്റ്റ് ഒന്നുമല്ല, ഇവനെ പറഞ്ഞു വിട്ടത് തന്നെ സെന്തിലാണെന്നും ഇവനൊരു പോലീസ് ഓഫീസറാണെന്നും. കാരണം തൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്ന് സെന്തിൽ ഇവനോട് പറഞ്ഞതും അതാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു ജേർണലിസ്റ്റിനെ വേഷത്തിൽ ചെന്ന കഥകൾ അറിയാനുമായിരുന്നു പറഞ്ഞതെന്ന്. ഇതേ സമയത്ത് തന്നെയാണ് IPSകാരൻ്റെ ഭാര്യനെയൊക്കെ കൊന്നിട്ട് വീടെല്ലാം സെർച്ച് ചെയ്ത് ആ 2 ഹാർഡ് ഡിസ്കുകൾ സെന്തിൽ അങ്ങോട്ട് വരുന്നത്. സെന്തിലാണെങ്കിൽ ഉടനെ തന്നെ സത്യനെ വെടിവെച്ചിടും. അത് കഴിഞ്ഞ് തനിക്കാണെങ്കിൽ ഇനി ബിസിനസ് ചെയ്ത് കോടീശ്വരനാകുന്നുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനോട് ജേർണലിസ്റ്റ് ആണെങ്കിൽ സെന്തിലിനെ വെടിവെച്ചിടുന്നത്. അതിനുശേഷം ആ ഹാർഡ് ഡിസ്കിന് ശേഷം ഇതോടെ തന്നെ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിനും ഈ സിനിമയോട് അവസാനിക്കും.